ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 7 വർഷത്തിനിടെ ആദ്യമായാണ് ചൈനയിൽ മോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ച. മാനവരാശിയുടെ പുരോഗതിക്ക് ഇന്ത്യ ചൈന ബന്ധം അനിവാര്യമെന്ന് മോദി പറഞ്ഞു. ചൈനീസ് പ്രസിഡന്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ക്ഷണം. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ സെക്രട്ടറി കായ് ക്യുയായും മോദി കൂടിക്കാഴ്ച നടത്തി. ബൽറാം നെടുങ്ങാടിയുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ തീരുവയുദ്ധം ഒരു ഭാഗത്തിങ്ങനെ നിൽക്കുകയാണ്. അമേരിക്കയുടെ തീരുവയുദ്ധം, അതിനിടയിലാണ് ഇപ്പോൾ ചൈനയുമായുള്ള ബന്ധം ഇന്ത്യ ദൃഢമാക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഈ മോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയിൽ ചർച്ചയായി? എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ഉന്മേഷ, ഈ കൂടിക്കാഴ്ചയുടെ ഒരു സാഹചര്യം തന്നെയാണ് ഏറ്റവും പ്രധാനം. US-ന്റെ തീരുവയുമായി ബന്ധപ്പെട്ട് ഉള്ള നയതന്ത്ര തലത്തിലും വ്യാപാര സ്തംഭനവും തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുടെ ചൈന സന്ദർശനം. അദ്ദേഹം 2 ദിവസത്തെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് വേണ്ടിയാണ് ചൈനയിൽ എത്തിയത് എങ്കിലും അതിനു മുന്നോടിയായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. 55 മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ഈ അതിർത്തി സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും ചർച്ച എന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പ്രത്യേകിച്ചും 7 വർഷത്തിൽ ആദ്യമായാണ് പ്രധാനമന്ത്രി ചൈനയിൽ ഷീ ജിൻപിങ്ങുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നത്. കിഴക്കൻ ലഡാക്കിലെ സംഘർഷത്തിന് ശേഷം 2 രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏറെ വഷളായിരുന്നു. അത് കഴിഞ്ഞ 10 മാസമായി ബ്രിക്സ് ഉച്ചകോടിക്കിടെ കഴിഞ്ഞ വർഷം ഷീ ജിൻപിങ്ങും പ്രധാനമന്ത്രി മോദിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടതും ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. അതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് ഈ ചർച്ചകളിലൂടെ എത്തും എന്നുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് ഏതാണ്ട് ആ ചർച്ചകൾ പൂർണ്ണമായും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ സമഗ്ര മേഖലകളിലുമുള്ള സഹകരണം സംബന്ധിച്ച് 2 രാജ്യങ്ങളുടെയും നേതാക്കൾ തമ്മിൽ ചർച്ച നടത്തി. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് ഷീ ജിൻപിങ്ങിനെ ക്ഷണിച്ചിട്ടുണ്ട് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി. 2 രാജ്യങ്ങളുടെയും പ്രസ്താവനയിൽ പരസ്പര സഹകരണം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ തീരുമാനം ഉണ്ടായി എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഉന്മേഷ്, ശരി. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.